വോട്ടംഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുസ്ലിം ലീഗിന്റെ പച്ചത്തുരുത്തായ തിരൂർ നിയമസഭാ മണ്ഡലം ഒരു തവണ മാത്രമാണ് ലീഗിനെ കൈവിട്ടത്. 2006 കൈവിട്ട മണ്ഡലം 2011 സി മമ്മൂട്ടിയിലൂടെ തിരിച്ചുപിടിച്ച് നിലനിർത്തി. ഇത്തവണ മുസ്ലിം ലീഗ് കുറുക്കോളി മൊയ്തീനെയാണ് മത്സര രംഗത്തിറക്കിയത്. കഴിഞ്ഞ തവണ UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായത് ഇത്തവണ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ ഗഫൂർ പി ലില്ലീസിനെ തന്നെയാണ് ഇടത് കളത്തിലിറക്കിയത്. NDA സ്ഥാനാർത്ഥിയായി കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ കൂടിയായ M അബ്ദുൽ സലാമാണ് മത്സരിക്കുന്നത്. ആയിരത്തി 1957 മുതൽ മുസ്ലിം ലീഗിന്റെ പച്ചത്തുരുത്താണ് തിരൂർ നിയമസഭാ മണ്ഡലം. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ലീഗ് അപ്രമാദിത്വം തുടരുന്ന മണ്ഡലം കൂടിയാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 15-ൽ 14 തവണയും ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയക്കൊടി നാട്ടിയത്. 2006 മാത്രമാണ് ലീഗിന് തിരൂരിൽ ആദ്യമായി തിരിച്ചടി നേരിട്ടത്. മുൻ കേരള നിയമസഭാ സ്പീക്കർ K മൊയ്തീൻകുട്ടി എന്ന ബാവ ഹാജിയാണ് തിരൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ നിയമസഭാ അംഗം. 1957 ആദ്യ നിയമസഭയിലേക്ക് ബാവ ഹാജിയെ അയച്ച തിരൂർ ബാവ ഹാജി അഖിലേന്ത്യാ ലീഗിലേക്ക് ചേക്കേറുന്നതുവരെയും അദ്ദേഹത്തെയാണ് ജയിപ്പിച്ചത്. PT കുഞ്ഞുട്ടി ഹാജി, UA ബീരാൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ തിരൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധികളായി. PT കുഞ്ഞുട്ടി ഹാജിയും ET മുഹമ്മദ് ബഷീറും 2 തവണ വീതവും UA ബീരാൻ 1 തവണയുമാണ് തിരൂരിൽ നിന്ന് MLA-മാരായി വെന്നിക്കൊടി നാട്ടിയത്. 2006 CPM ഏരിയ സെക്രട്ടറി ആയിരുന്ന പരേതനായ PP അബ്ദുള്ളക്കുട്ടിയിലൂടെ മണ്ഡലത്തിൽ CPM ചരിത്രം കുറിച്ചു. ET മുഹമ്മദ് ബഷീറിനെയാണ് PP അബ്ദുള്ളക്കുട്ടി അട്ടിമറിച്ചത്. എന്നാൽ 2011 PP അബ്ദുള്ളക്കുട്ടിയെ പരാജയപ്പെടുത്തി സി മമ്മൂട്ടിയിലൂടെ ലീഗ് മണ്ഡലം തിരിച്ചുപിടിച്ചു. 2016 സി മമ്മൂട്ടി തിരൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗഫൂർ പി ലില്ലീസിനെ 7061 വോട്ടുകൾക്കാണ് സി മമ്മൂട്ടി പരാജയപ്പെടുത്തിയത്. തിരൂർ നഗരസഭയും വെട്ടം, തലക്കാട്, കൽപ്പകഞ്ചേരി, വളവന്നൂർ, തിരുനാവായ, ആദവനാട് പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് തിരൂർ നിയമസഭാ മണ്ഡലം. 2011 പുറത്തൂർ, തൃപ്രങ്കോട്, മംഗലം പഞ്ചായത്തുകൾ തവനൂർ മണ്ഡലത്തിന്റെ ഭാഗമായതോടെയാണ് വളവന്നൂർ, കൽപ്പകഞ്ചേരി, തിരുനാവായ പഞ്ചായത്തുകൾ തിരൂരിനോട് ചേർത്തത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരൂർ നഗരസഭ തിരിച്ചുപിടിക്കാനായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരൂർ നഗരസഭയ്ക്ക് പുറമെ കൽപ്പകഞ്ചേരി, വളവന്നൂർ, തിരുനാവായ, ആദവനാട് പഞ്ചായത്തുകളും UDF ഭരണം നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക അനൈക്യം മൂലം വെട്ടത്ത് UDFന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇതുമൂലം ചരിത്രത്തിൽ ആദ്യമായി LDF വെട്ടം പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് തിരൂർ നിയോജക മണ്ഡലത്തിൽ UDFന് ലീഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7061 വോട്ടിന്റെ ലീഡാണ് സി മമ്മൂട്ടിക്ക് ലഭിച്ചതെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ETക്ക് 41,385 വോട്ടിന്റെ അപ്രമാദിത്വ ലീഡാണ് കിട്ടിയത്. എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗ് കുറുക്കോളി മൊയ്തീനെയാണ് മത്സരരംഗത്തിറക്കിയിട്ടുള്ളത്. തിരൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയും കർഷക സംഘം സംസ്ഥാന അധ്യക്ഷനുമായ കുറുക്കോളി മൊയ്തീനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ തലക്കാട് പഞ്ചായത്തിൽ 2ാം ഘട്ട പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വളവന്നൂർ, കൽപ്പകഞ്ചേരി, തിരുനാവായ പഞ്ചായത്തുകളിൽ 2ാം ഘട്ട പ്രചാരണം, പരസ്യ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് തലക്കാട് പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രചരണത്തിൽ എങ്ങനെയുണ്ട്? പ്രചരണത്തിൽ ഓരോ ദിവസവും മെച്ചപ്പെട്ട നിലയാണ് കാണാൻ കഴിയുന്നത്. UDFനോട് ഒരു ഭയങ്കരമായ ഒരു താല്പര്യം ജനങ്ങൾക്കുണ്ട്. UDFൻ്റെ ഒരു ഗവൺമെൻറ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നിദർശനമാണ് ഈ ആവേശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലതവണ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പിന്നെ മറ്റൊരാളാണ് വന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടി. അപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു പ്രതികരണം എങ്ങനെയുണ്ട്? ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ജനങ്ങളുമായിട്ട് ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വളരെ നല്ല സ്നേഹപ്രകടനമാണ് എല്ലാവരിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പിന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ പാർട്ടിയിൽ അനവധി ആളുകളുള്ളതുകൊണ്ട് യോഗ്യരായ അനവധി ആളുകളുണ്ട്. ഞാനതിൽ കുറച്ചും കൂടി യോഗ്യത കുറഞ്ഞ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയിരുന്നാലും പാർട്ടി ഇപ്പോഴാണ് എന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇങ്ങനൊരു അവസരം വന്നപ്പോഴും ഞാൻ ജനങ്ങളെ സമീപിക്കുന്നു. അവരുടെ വോട്ട്
വാങ്ങിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ മുമ്പിലെത്തുന്നു. നേരത്തെ ഉണ്ടായിരുന്ന MLA നടത്തിയ വികസന പ്രവർത്തനങ്ങളാണല്ലോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ വോട്ടർമാർക്കിടയിൽ അതിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് 3 പാലങ്ങളുടെ ഒരു വിഷയമാണല്ലോ. ആ പാലങ്ങൾ യാഥാർത്ഥ്യമാവാത്ത വലിയൊരു പോരായ്മയായിട്ടാണ് കാണുന്നത്. അതേക്കുറിച്ച് എന്താണ്? ആ ആരോപണം പാലങ്ങളുടെ കാര്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എല്ലാവരോടും പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും CPMകാരല്ലല്ലോ. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി വന്ന് തിരൂരിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും UDF ഭരണകാലത്ത് അത് വളരെ ഭംഗിയായി അതിൻ്റെ വർക്ക് പുരോഗമിക്കുകയും UDF ഗവൺമെൻറ് ഇല്ലാതെയായപ്പോൾ അത് സ്തംഭിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കഴിയും. അവർ വളരെ ഉത്ബുദ്ധരാണ്. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അത് പറഞ്ഞ് നടക്കണം, എല്ലാവരോടും പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും. ഗവൺമെൻറ് മാറിയതുകൊണ്ട് എന്തുകൊണ്ട് സ്തംഭിച്ചു എന്നുള്ളത് അവർ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ മണ്ഡലത്തിലെ പര്യടനത്തിൽ ഏറ്റവും വലിയ മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണെന്നാണ്? ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മമ്മൂടി സാഹിബ് ചെയ്തിട്ടുള്ള വലിയ പദ്ധതികളുണ്ട്. തെക്കും കിഴക്കും ഭാഗങ്ങളിലായി വെട്ടം തലക്കാട് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചും വളവൂർ കൽപ്പകഞ്ചേരി മേഖലയെ പ്രതിനിധീകരിച്ചുമുള്ള ഭാഗങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള 2 പദ്ധതികളുണ്ട്. അതിപ്പോൾ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. മറ്റേ കൽപ്പകഞ്ചേരി വളവന്നൂരിലെ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞു. അതിനിപ്പോൾ വീടുകളിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്ന പരിപാടികളിലാണുള്ളത്. അതിപ്പോൾ വൈകാതെ തന്നെ കിട്ടാൻ പോവുകയാണ്. മറ്റൊന്നും അതിൻ്റെ തുടർച്ചയായിട്ട് അതിന് പൂർത്തീകരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ അതിന് ആശ്വാസം ഉണ്ടാകും. എന്നാലും ശാശ്വത പരിഹാരം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം എന്താണോ ജനങ്ങളുടെ ആവശ്യം അത് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. ലീഗിൻ്റെ ഉറച്ച മണ്ഡലമാണ് തിരൂർ. എങ്കിലും കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നേ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് LDF കേന്ദ്രങ്ങളിലും ഉള്ളത്. അപ്പോൾ അത് എത്രമാത്രം? ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. ഒപ്പം തന്നെ ഇത് UDFൻ്റെ ഒരു മണ്ഡലമാണ്. UDF ഇവിടെ കോൺഗ്രസും അതേപോലെ തന്നെ വളരെ ഗണ്യമായ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ഉൾക്കൊണ്ട് വളരെ ഐക്യത്തിൽ, മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള വളരെ നല്ല ഐക്യത്തിൽ ആണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് UDFന് ഇത് ശക്തിദുർഗമായ ഒരു കേന്ദ്രമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കപ്പെടും. കഴിഞ്ഞ തവണ മത്സരിച്ച് ഭൂരിപക്ഷം കുറയ്ക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തോടെയാണ് ഗഫൂർ പി ലില്ലീസിനെ വീണ്ടും ഇടതുപക്ഷം രംഗത്തിറക്കിയത്. തിരൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഗഫൂർ പി ലില്ലിയാസാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. രണ്ടാംഘട്ട പ്രചരണത്തിൻ്റെ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് തലക്കാട് പഞ്ചായത്തിലാണുള്ളത്. നാളെ തിരുനാവായ പഞ്ചായത്തും കൽപ്പകഞ്ചേരി പഞ്ചായത്തോടുകൂടി രണ്ടാംഘട്ട പര്യടനം സമാപിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷാനിർഭരമായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് തലക്കാട് പഞ്ചായത്തിലുള്ളപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ള സ്ഥലമാണ് തലക്കാട് എന്ന് പറയുന്നത്. എൻ്റെ ബാല്യകാലം ചെലവഴിച്ചിട്ടുള്ളത് ഞാനിവിടെയാണ്. ഞാൻ പിറന്നത് തിരൂരിലാണെങ്കിലും എൻ്റെ ചെറുപ്പകാലത്തിൻ്റെ നല്ല ഭാഗം, കൗമാരപ്രായത്തിൻ്റെ നല്ല കാലം ചെലവഴിച്ചിട്ടുള്ളത് തിരൂർ ഇവിടെ BP അങ്ങാടിയിലും ഇതിൻ്റെ പരിസര പ്രദേശത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കുടുംബങ്ങളെയും എനിക്ക് അടുത്തറിയാൻ കഴിയും. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന പരമസഖാവ് പരമേശ്വരേട്ടൻ, പഴയകാല ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. പരമേശ്വരേട്ടൻ അടക്കം വരുന്ന ഈ പ്രദേശത്തെ അയ്മണി സഖാവ് അടക്കം വരുന്ന എല്ലാവരുമായിട്ടും എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ എനിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായും ഇത്തരം ഒരു മണ്ണിൽ വന്നുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തലക്കാടിൻ്റെ മണ്ണിൽ ഉജ്ജ്വലമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് എല്ലായിടത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരൂരിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു പഞ്ചായത്തായിക്കൊണ്ട് തലക്കാട് മാറും. ഇപ്പോൾ ലീഗിൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്നു. നേരത്തെ 25,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അത് 7,000-അടുത്തേക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തുമാത്രം പ്രതീക്ഷയാണ് ഇത്തവണ ഉള്ളത്? ഈ തെരഞ്ഞെടുപ്പിൽ തിരൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ പോവുക, തിരൂരിൽ ഇടതുപക്ഷം ജയിക്കാൻ പോവുക. അത്തരത്തിലുള്ള സ്വീകരണങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ഉറച്ച മണ്ഡലം ആരുടേതെന്നും പറയാൻ കഴിയില്ല. കാരണം വികസന വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ജനപ്രതിനിധിയും അദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുമെല്ലാം തന്നെ ഒരു പതിറ്റാണ്ട് കാലം ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗമാണ് ഇവിടെ തിരൂരുകാർക്ക് പാഴായി പോയിട്ടുള്ളത്. തിരൂരുകാർ കാണാണ്
പ്രേതാലയങ്ങൾ പോലെ കണക്കെയുള്ള 3 മേൽപ്പാലങ്ങൾ കാണാം. കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസം അനുഭവിക്കുന്ന തലക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ, ധാരാളം വെള്ളമുള്ള, അറബിക്കടലുള്ള, കനോലി കനാലുള്ള, തിരൂർ പുഴയുള്ള, ആവിപ്പുഴയുള്ള വട്ടം പഞ്ചായത്തിൽ ധാരാളം വെള്ളമുണ്ട്. പക്ഷേ മനുഷ്യന് കുടിക്കാനുള്ള വെള്ളമില്ല. ഒരു MLAക്ക് ദിശാബോധമുണ്ടെങ്കിൽ, വികസനത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ കനോലി കനാലിലെയും തിരൂർ പുഴയിലേക്ക് വെള്ളത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന് കൊടുക്കാൻ കഴിയുമായിരുന്നു. അതിനുള്ളൊരു കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയിട്ടില്ല. ആര് നിർത്തിക്കഴിഞ്ഞാലും യഥേഷ്ടം വിജയിച്ചു വരാമെന്നുള്ള ധാരണയാണ്. ആ കാലം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്, കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ ഉപയോഗിക്കുക. അവരറിയാണ് നാടിൻ്റെ ഓരോ സ്പന്ദനങ്ങൾ, നാടിൻ്റെ സമീപ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വികസനങ്ങളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുക. തിരൂർ മാത്രം മുരടിച്ചു പോയി. തിരൂരിലെ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കും വികസനം ഉണ്ടാവണം. തൊട്ടടുത്ത മണ്ഡലം പോയ തവനൂരിനെ പോലെ പൊന്നാനിയെ പോലെ ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. അക്കാര്യങ്ങളിലെല്ലാം തന്നെ തിരൂരിലെ ജനപ്രതിനിധിയും അദ്ദേഹത്തെ ഒറ്റ വ്യക്തിപരമായിട്ട് തന്നെ അധിക്ഷേപിക്കുന്നില്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നത് ഇവിടുത്തെ മണ്ഡലം നേതാക്കളായിരുന്നു. മണ്ഡലം നേതാക്കൾ അങ്ങേയറ്റത്തെ പരാജയമാണ് അതിലുണ്ടായിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് തിരൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പോലും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇതിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ആത്മധൈര്യമുണ്ട്. ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വന്നുകൊണ്ട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വലിയ ഭീഷണി ആയിട്ടുള്ള സമയങ്ങളിൽ ഏത് നിമിഷവും തങ്ങൾ അകറ്റപ്പെടും. ജനിച്ച വീണിട്ടുള്ള മണ്ണിൽ നിന്നും, പിറന്നു വീണിട്ടുള്ള പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന മണ്ണിൽ നിന്നും അകറ്റപ്പെടുമെന്നുള്ള ഒരു വിഷമം വന്ന ഘട്ടത്തിൽ അവർക്ക് ആത്മധൈര്യം നൽകിയിട്ടുള്ളത് ഈ സർക്കാരാണ്. പിണറായി വിജയൻ എന്ന മനുഷ്യനൊരു അംഗീകാരമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ ജനങ്ങളോടൊപ്പം നിന്നുണ്ട്. അന്നം കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾക്ക് അന്നം കൊടുത്തിട്ടുണ്ട്. ഒരു വർഷമായിക്കൊണ്ട് നിരന്തരം ഭക്ഷണങ്ങളും പലവ്യഞ്ജനങ്ങളും കൊടുക്കുക. ഈ അന്നം കൊടുക്കുന്നത് പോലും മുടക്കുന്ന വികസന വിരോധികളെ, മനുഷ്യൻ്റെ അന്നം മുടക്കുന്നതിനേക്കാളും വലിയ പാപമില്ലല്ലോ. പരിശുദ്ധ ഖുർആനൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം യത്തീമിൻ്റെ അന്നം മുടക്കരുത്, അവൻ്റെ വഴി മുടക്കരുത്. ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. അവരാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്കുള്ള അന്നം പോലും മുടക്കുന്നത്. അവർക്കെതിരായിക്കൊണ്ടുള്ള വിധിയെഴുത്ത്, പ്രതികാരം, ജനങ്ങളുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മൂന്ന് മേൽപ്പാലങ്ങളെ കുറിച്ചിട്ടുള്ള പറയുന്നത്. ഭരണപക്ഷം നേരത്തെ ഉണ്ടായിരുന്ന MLAയും അത് തന്നെയാണ് പറയുന്നത്. അത് ഭരണപക്ഷത്തിൻ്റെ പോരായ്മയായിരുന്നു. നേരത്തെ വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല. അതുകൊണ്ടാണ് മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതെന്ന്. അപ്പം പ്രതിപക്ഷങ്ങളും ആരോപിക്കുന്നത് തന്നെ. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ആലോചിക്കുക. തിരൂരിലെ 3 മേൽപ്പാലങ്ങൾ എന്ന് ആരംഭിച്ചു എന്ന് നിങ്ങൾ പരിശോധിക്കുക. 30 വർഷക്കാലം മുമ്പുള്ള പദ്ധതികളാണ്. നമ്മുടെ വികസന നയത്തിൻ്റെ വികലമായിട്ടുള്ള നയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസന നയങ്ങളാണ് രൂപീകരിക്കേണ്ടത്. കേരളത്തിൽ അങ്ങനത്തെ വികസന നയങ്ങളാണ് ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. K4 ബന്ധപ്പെട്ടുകൊണ്ട്, K-Rail ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഏറ്റവും ആധുനികമായ കാലഘട്ടത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വികസനങ്ങളാണ് ഇപ്പോഴും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ പോലും തികഞ്ഞ പരാജയമാണ്. ഇപ്പോൾ നമ്മുടെ പോലീസ് ലൈൻ മേൽപ്പാലം പദ്ധതി എന്നാണ് ആരംഭിക്കുന്നത്? 1992 ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയതാണ്. എന്നിട്ട് അതിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സ്ഥലം പോലും ഏറ്റെടുക്കാതെ റോഡ് പണി ആരംഭിച്ചു 2006 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. PP അബ്ദുള്ളക്കുട്ടി MLA ആയതിനു ശേഷമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് അറിയാം, നാട്ടുകാർക്ക് അറിയാം. ആ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് 8-9 വർഷമായി. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു പാലം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നീക്കി വെക്കലെങ്ങനെ, ഒരു പാലത്തിൻ്റെ പണി ആരംഭിക്കലെങ്ങനെ, ഒറ്റ സ്ട്രെച്ചിൽ ആരംഭിക്കണം. കോഴിക്കോട് 2 മേൽപ്പാലങ്ങൾ നോക്കൂ നിങ്ങൾ. 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ പൂർത്തീകരിച്ചു. വലിയ പദ്ധതിയല്ലേ. ദേവദാറ ഹൈസ്കൂളിൻ്റെ മുകളിലുള്ള പാലം നോക്കൂ, മൂച്ചിക്കൽ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നോക്കൂ, നമ്മുടെ എടപ്പാളിൽ ഇപ്പോൾ കേട്ടിച്ചലിൽ ഉണ്ടാക്കുന്ന ഒരു പാലം നോക്കൂ. ഇതിനൊക്കെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഒറ്റ സ്ട്രെച്ചിലാണ് പണി തീർക്കേണ്ടത്. 1 കൊല്ലം കൊണ്ടോ 1.5 വർഷക്കാലം കൊണ്ടോ നമുക്ക് പണി അവസാനിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ പാലാരിവട്ടം മേൽപ്പാലം എന്ന് പറയുന്ന പഞ്ചവടി പാലം ഇബ്രാഹിം കുഞ്ഞുണ്ടാക്കിയത് പൊളിച്ചു മാറ്റിക്കൊണ്ട് 6 മാസക്കാലയളവിനുള്ളിൽ ആ പാലത്തിൻ്റെ പണി തീർത്തുകൊണ്ട് അതിലൂടെ ഗതാഗതം സാധ്യമാക്കിയിട്ടുള്ള സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് സാധ്യമാകും. ഇത് നേരത്തെ ഫണ്ട് കണ്ടെത്തേണ്ടതായിരുന്നു UDF ഗവൺമെൻറ്. MLA ഇപ്പം നെഞ്ഞത്തടിച്ച് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്തായിരുന്നു ഇവർക്ക് ജോലി? എന്തിനായിരുന്നു ഇവർ നിയമസഭയിൽ പോയിരുന്നത്? തിരൂരിലെ 2 മേൽപ്പാലങ്ങൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ബാബാജി MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നുള്ള പദ്ധതിയാണ്. ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ഭാഗത്തും സർക്കാരിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ, സർക്കാരിൻ്റെ സ്ഥലം ഏറ്റെടുക്കാമല്ലോ. അതിന് പാലിക്കേണ്ട റെയിൽവേയുടെ സേഫ്റ്റി മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പാലം ഉണ്ടായിട്ടുള്ളത്. അതിന് LDFൻ്റെ മെക്കെട്ട് കയറിയോണ്ട് കാര്യമില്ല. താഴെ പാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ അതിൻ്റെ പദ്ധതി. കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്ത് തിരൂർ റിംഗ് റോഡിലൂടെ കടന്നു പോയിക്കൊണ്ട് ബോട്ട് ജെട്ടിയിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് കടന്ന് നടുവിലങ്ങാടിയിലേക്ക് പോകേണ്ട പാലം ബൃഹത്തായ പദ്ധതിയായിരുന്നു. തിരൂരിൻ്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് യാത്രക്കാർക്ക് പോകാൻ കഴിയുന്നൊരു പാലമായൊരു പദ്ധതിയായിരുന്നു. അതിനെ തുരങ്കം വെച്ചതാരാ? ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന മന്ത്രിയും
തിരൂരിൻ്റെ MLA-യും TO സൂരജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതിയെ തുരങ്കം വെച്ചുകൊണ്ട് താഴെ പാലം പഴയ പാലം പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്, പുതിയ പാലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. ആ പാലം ഇതുവരെ പൊളിഞ്ഞു വീണിട്ടില്ലല്ലോ. ഇപ്പോൾ പുതിയ പാലം ഉണ്ടാക്കിയപ്പോൾ തന്നെ സ്ഥലം ഏറ്റെടുക്കണ്ടേ? ആരാൻ്റെ ഭൂമി കണ്ടുകൊണ്ട് പാലം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ആദ്യം അതിന് വേണ്ട അപ്രോച്ച് റോഡിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കണ്ടേ? അതൊന്നും ചെയ്യാതെയാണ് പാലം ഉണ്ടാക്കിയത്. അവസാനം തിരൂരിലെ CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ആണ് അത് ഭൂമി ഉടമസ്ഥരിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കുന്നതും അങ്ങനെയാണത്. ഇപ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. കോൺട്രാക്ടർ കാലാവധി കഴിഞ്ഞു, ഇട്ടുപോയി. ഇനി പുതിയ കോൺട്രാക്ട് കൊടുത്തിട്ട് വേണം. ഈ രൂപത്തിലുള്ള വികസനങ്ങളാണ് തിരൂരിലുണ്ടാകുന്നത്. ഈ 5 വർഷക്കാലം, ഈ ഒരു പതിറ്റാണ്ട് കൊണ്ട് തിരൂരിൻ്റെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള എന്ത് പരിവർത്തനം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? എന്താ വികസനം എന്ന് പറയുന്നത്? സാമാന്യ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നതിനാണ് വികസനം എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വികസനമാവുള്ളൂ. തിരൂരിലെ സാധാരണ മനുഷ്യൻ്റെ ഒരാളുടെയും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരൂരിൽ വികസനം ഉണ്ടായിട്ടില്ല. കുടിവെള്ളം ഇന്നും കിട്ടാക്കനിയായിട്ടുള്ള എത്ര സ്ഥലങ്ങളാണുള്ളത്? കൽപ്പകഞ്ചേരി പഞ്ചായത്ത് നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ? വളവന്നൂർ പഞ്ചായത്ത് 2008 KT ജലീൽ കൊണ്ടുവന്നിട്ടുള്ള തിരുനാവായ ആക്സലറേറ്റർ കുടിവെള്ള പദ്ധതി, അതിൻ്റെ ടാങ്കാ കുട്ടികളത്താണിയിലുള്ളത്. അതിൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരു തുള്ളി വെള്ളം കൽപ്പകഞ്ചേരി പഞ്ചായത്തിലോ വളവന്നൂർ പഞ്ചായത്തിലോ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പൊന്നാനിയിൽ നോക്കൂ, ശ്രീരാമകൃഷ്ണൻ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി പണി പൂർത്തിയായി കഴിഞ്ഞല്ലോ. വികസനം വേണമെന്ന് വെച്ചാൽ അതിന് ഇച്ഛാശക്തി വേണം, ദീർഘവീക്ഷണം വേണം, ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയണം. തൊഴിലില്ലാത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലില്ലേ? അവർക്ക് തൊഴിൽ നൽകുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ചെയർമാനും ഡയറക്ടറുമായിട്ടുള്ളൊരു സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇത്തരത്തിലുള്ള ആളുകളാണോ വികസനം ഉണ്ടാക്കാൻ പോകുന്നത്? വികസനം ഉണ്ടാക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു നേർക്കാഴ്ച ഉണ്ടായിരിക്കണം. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണെന്ന് അറിയണം. എന്നിരുന്നാൽ മാത്രമേ വികസനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം രംഗങ്ങളിൽ ഇപ്പോൾ ജനപ്രതിനിധിയും അദ്ദേഹത്തിൻ്റെ ആളുകളും എല്ലാം തന്നെ അമ്പേ പരാജയമാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറും. മാത്രമല്ല ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താ? സമാധാനത്തോടു കൂടി ജീവിക്കണം. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു വർഗീയ കലാപവും ഉണ്ടാക്കാത്ത ഏക സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത് ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി ഉണ്ടായതുകൊണ്ടാണ്. സമാധാനത്തോടുകൂടി ഇപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾ എത്രമാത്രം സംതൃപ്തരായി ജീവിക്കുന്നോ ആ രാജ്യത്താണ് വികസനം ഉണ്ടായെന്ന് പറയും. ഏത് രാജ്യത്തായാലും അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ വ്യാകുലതയിലാണ്, ആശങ്കയിലാണ്. ആ ഘട്ടത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ ന്യൂനപക്ഷങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണയും ആത്മധൈര്യം നൽകുന്നത് പിണറായി എന്ന് പറയുന്ന കരുത്തുറ്റ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനുള്ള ഒരു വലിയ അംഗീകാരം. ഏത് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും, ആര് തന്നെ എന്തൊക്കെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചാലും, ആര് തന്നെ അന്നം മുടക്കാൻ ശ്രമിച്ചാലും പിണറായിക്കും പിണറായിയുടെ ഗവൺമെൻറ്റിനുള്ള ഒരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതിൻ്റെ പ്രതിധ്വനികളെ എല്ലായിടത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDF-ന്റെ ഉറച്ച കോട്ടയിൽ വിജയം ഉറപ്പാണെന്ന് UDF സ്ഥാനാർത്ഥി കുർക്കോളി മൊയ്തീൻ പറയുമ്പോൾ ഇത്തവണ മണ്ഡലം ഇടതിനൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസം ഗഫൂർ പില്ലിലീസും പ്രകടിപ്പിച്ചു. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം തങ്ങളെ പിന്തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി M. അബ്ദുൽ സലാം. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ M. അബ്ദുൽ സലാമാണ്. എനിക്കത് 70% കൂടുതൽ കഴിഞ്ഞു. 75ഓളമായി. 2-3 ദിവസം കൊണ്ട് ഏതാണ്ട് കവർ ചെയ്യും, കംപ്ലീറ്റ് കവർ ചെയ്യും. വളരെ നല്ല പ്രതികരണമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല പ്രതികരണമാണ്. മുന്നോട്ട് ചേട്ടുന്നുണ്ട്. തിരൂർ മണ്ഡലത്തിൽ ഞങ്ങളുടെ ഈ മണ്ഡലം കമ്മിറ്റി തന്നെ ഇവിടുത്തെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റോഡിൻ്റെ വികസനം, റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം, പിന്നെ ഇവിടുത്തെ സ്റ്റേഡിയത്തിൻ്റെ വികസനം, വീടില്ലാത്തവർക്കുള്ള അതിൻ്റെ വീട്, പിന്നെ വെളിച്ചം, അങ്ങനെയുള്ളത്, തീരദേശ മേഖലയുടെ വികസനം, അങ്ങനെ ഒരു 16ഓളം പിന്നെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വെറ്റില, പ്രധാനപ്പെട്ട ഒരു വെറ്റിലയുടെ വികസനം, പിന്നെ ഒരു വ്യവസായ വികസനം, ഫിറ്റ്നസ്, ഹാപ്പിനെസ്, വെൽനെസ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തോടുകൂടി എല്ലാവർക്കും ഫിറ്റ്നസ്, എല്ലാവർക്കും ഹാപ്പിനെസ് എന്നുള്ള ഒരു മുദ്രാവാക്യം. ഫിറ്റ്നസ്, വെൽനെസ്, ഹാപ്പിനെസ്, അങ്ങനൊരു മുദ്രാവാക്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. NDAക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം തരൂ, 50 കൊല്ലത്തെ വികസനം ഉറപ്പാക്കും. അത് ഉറപ്പാക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല.
തിരൂർ മണ്ഡലത്തിൽ അങ്ങനെ പോരായ്മയല്ല. ഇവിടെ ഒരു നല്ല മണ്ഡലമാണ്. കുറച്ച് ഫോർവേഡ് ആൾക്കാരാണ് ഉള്ളത്, റിസപ്റ്റീവ് ആൾക്കാരാണ്, ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആണ്, അല്ലെങ്കിൽ തന്നെ മറ്റേ അക്കാഡമിക്കലി ലിറ്ററേറ്റ് ആണ്. നല്ലൊരു മണ്ഡലം തന്നെയാണ്. നല്ല മനുഷ്യരാണ്, നല്ല ബിഹേവിയറാണ്, നല്ല കൾച്ചറാണ്. എല്ലാവരെയും റിസീവ് ചെയ്യുന്നത് നല്ല സ്നേഹത്തോടും സന്തോഷത്തോടുമാണ്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് ദി സ്റ്റേറ്റ്. കേരളത്തിലെ എൻ.ഡി.എയുടെ സാധ്യത എങ്ങനെയാണ്? കേരളത്തിൽ എൻ.ഡി.എയുടെ സാധ്യത അങ്ങനെ പെട്ടെന്നെടുത്ത് ചാടി പിടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലൊരു മാറ്റം ഉണ്ടാവും. ഒരു ഡെഫിനറ്റായിട്ട് ഒരു ഉത്തരം കിട്ടണമെങ്കിൽ 6-5 വരെ വെയിറ്റ് ചെയ്യണം. മാറ്റം ഉണ്ടാകും. ഈ മാറ്റത്തിൻ്റെ ശതമാനം എത്രയെന്നുള്ളതിലൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ മാറ്റം ഉണ്ടാകും. അതെത്ര പിന്നെ എന്താ പറയണത്, എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ്, എത്ര MLA ആയി മാറും എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയണത് മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും അങ്ങ് പറയാതിരിക്കുക ഇലക്ഷന് നല്ലത്. വോട്ടംഗം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത മണ്ഡല വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.